ഡിവോഴ്സിന്റെ പേപ്പേഴ്സ് എല്ലാം തന്നെ ഹ്യുനുവിനെ കാണിച്ചതിന് ശേഷം ഇതൊന്നും തന്നെ സത്യമല്ല എന്ന് നീ പറ എന്ന് ഹെയ്നും ഹ്യുനുവിനോട് പറയുന്നുണ്ട്. ഇതൊക്കെ സത്യമാണ്, എനിക്ക് നിന്നോട് നേരത്തെ പറയുവാനായിട്ട് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് അവനും ക്ഷമ ചോദിക്കുന്നു. ഞാൻ മരിക്കുവാൻ പോകുകയാണെന്ന് നിന്നോട് പറഞ്ഞ ദിവസമായിരുന്നോ നീയും ഡിവോഴ്സിന്റെ കാര്യമൊക്കെ എന്നോട് പറയുവാനായിട്ടിരുന്നത്? എന്ത് വന്നാലും ഞാൻ എങ്ങനെയെങ്കിലും മരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു നീയും അത് തുറന്നു പറയാതിരുന്നതെന്നൊക്കെ ഹ്യുനുവിന്റെ അടുത്ത് ഹെയ്നും ചോദിക്കുകയാണ്. ഹ്യുനുവും അതേന്ന് മറുപടിയൊക്കെ പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും, അപ്പോൾ ഇത്രയും കാലം നീ എന്റെ അടുത്ത് കള്ളമായിരുന്നോ പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന് കൂടി ഹെയ്ൻ ചോദിക്കുന്നു. ഹ്യുനുവാകട്ടെ, ഞാൻ നിന്നെ കാണുവാനായിട്ട് വരുന്ന വഴിക്കായിരുന്നു ആ ഒരു ലോക്കൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്, അതിപ്പോഴും അവിടെ തന്നെ ഉണ്ടെന്നാണ് മറുപടിയായിട്ട് പറയുന്നത്. ഹെയ്നും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് പോകുവാൻ തുടങ്ങുമ്പോഴത്തേക്കും, നീ ഇവിടെ നിൽക്ക്, ഇത്രയും രാത്രിയായതല്ലേ, ഞാൻ ഇവിടെ നിന്ന് പോയിക്കോളാം എന്നൊക്കെ ഹ്യുനു പറയുന്നുണ്ട്. പക്ഷെ അവളും അതൊന്നും തന്നെ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. ഞാൻ എന്തുകൊണ്ടാണ് നിന്നെ ഡിവോഴ്സ് ചെയ്യുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നതെന്നെങ്കിലും നിനക്ക് അറിയേണ്ടതെന്ന് ഹ്യുൻവ ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും അവളും അതുപോലും കേൾക്കുന്നില്ല. ഹെയ്നും ഷൂസ് ഇടാതെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ലിഫ്റ്റിൽ കയറിയിട്ടുണ്ടായിരുന്ന അവളും നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓർത്ത് കരയുന്നു. പിന്നീട് അവൾ അവിടെ നിന്നും ഇറങ്ങുമ്പോഴത്തേക്കും അടുത്തതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് റോഡൊക്കെ ആയിരുന്നു. ഒരു വണ്ടിയാകട്ടെ അവളുടെ നേർക്ക് പാഞ്ഞു വരുമ്പോഴത്തേക്കും അവളും അവിടെ തന്നെ നിൽക്കുന്നു. ആ ഒരു സമയത്ത് ഹ്യുൻവോ അവിടെ എത്തി അവളെ രക്ഷിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിനക്ക് കുറച്ചുകൂടി ശ്രദ്ധിക്കത്തില്ലായിരുന്നോ? ഒരു കാര്യം ചെയ്യ്, ഇപ്പോൾ നീ അകത്തേക്ക് പോ, ഞാൻ എല്ലാ കാര്യങ്ങളും നിന്നോട് പിന്നീട് പറഞ്ഞു തരുന്നതായിരിക്കും. അതിനുശേഷം നീ എന്ത് പറഞ്ഞാലും അതെല്ലാം കേൾക്കുവാനായിട്ട് ഞാൻ തയ്യാറാണെന്ന് ഹ്യുൻവോ പറയുമ്പോഴത്തേക്കും, ഇപ്പോൾ ഞാൻ അപകടത്തിലായതുപോലെ ഇതിന് ശേഷം എപ്പോഴെങ്കിലും അപകടത്തിലേക്ക് ആകുവാനായിട്ട് തുടങ്ങുകയാണെങ്കിൽ നീ ഒരിക്കലും എന്നെ രക്ഷിക്കുവാനായിട്ട് ശ്രമിക്കരുതെന്നാണ് ഹെയ്നും ഹ്യുനുവിനോട് പറയുന്നത്. പിന്നീട് അവൾ ഒറ്റയ്ക്ക് നടന്നു പോകുകയും ചെയ്യുന്നു. ഹ്യുനുവിന് കുറച്ചു നാളായിട്ട് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ എനിക്ക് തോന്നിയതാണ്. ഹെയ്നെ അതുപോലെയൊക്കെ അല്ലായിരുന്നു അവനും സ്നേഹിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവനും ഇതുപോലൊരു ഡിവോഴ്സ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല എന്ന് സൂചോളും പറയുന്നു. അവൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുവാൻ സാധ്യതയില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ആന്റി ആയിരിക്കും ഇതിന് പിന്നിലെന്ന്. ഈ അടുത്താകട്ടെ എന്നെക്കാളും ഹാൻഡ്സം ഹ്യുനു ആണെന്ന് പോലും ആന്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ദിവസമാകട്ടെ ആന്റിയും ഹ്യുനുവും കൂടി ഒളിച്ച് സംസാരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അവനും പറയുകയാണ്. ഹെയ്നെ തനിച്ച് ജർമ്മനിയിലേക്ക് വിട്ടതിനെ കുറിച്ചൊക്കെ ആയിരുന്നു ആന്റി സംസാരിച്ചതെങ്കിൽ പോലും സോജോളിന് വലിയ ബുദ്ധിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ കാര്യം പോലും അവന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവരും വളരെ സീരിയസ് ആയിട്ടായിരുന്നു രഹസ്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നാണ് സൂചോളും ഇപ്പോൾ വൈഫിന്റെ അടുത്ത് പറയുന്നത്. ഹെയ്ന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ നടക്കുകയാണ്. ഡോക്ടർ ആകട്ടെ ഇപ്പോൾ ഹ്യുനുവിനോട് സംസാരിക്കുമ്പോഴത്തേക്കും വൈറ്റ് ബ്ലഡ് സെൽസ് ഒക്കെ ഇൻക്രീസ് ചെയ്യുവാനായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ അവളുടെ അടുത്ത് നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും അത് ഫലപ്രദമായിട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിനു മുമ്പാകട്ടെ സൂയിസൈഡ് ചെയ്യുന്നതിന്റെ തൊട്ടു മുമ്പിൽ വരെ ഹെയ്ൻ എത്തിയിട്ടുമുണ്ടായിരുന്നല്ലോ. സാധാരണഗതിയിൽ ഇങ്ങനത്തെ പേഷ്യൻസ് സൂയിസൈഡ് ചെയ്യുവാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അവരെ ജീവിതത്തിലേക്ക് പിടിച്ചു നിർത്തുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്ന് ജീവിക്കുവാനായിട്ടും അവർക്ക് സാധിക്കുകയുള്ളൂ എന്നാണ് ഡോക്ടർ പറയുന്നത്. എന്തെങ്കിലും ഒരു ആഗ്രഹത്തിന് വേണ്ടിയോ സ്നേഹത്തിന് വേണ്ടിയോ വെറുപ്പിന് വേണ്ടിയോ അവർ ജീവിക്കുവാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു രോഗത്തിൽ നിന്നും മുക്തിയൊക്കെ നേടുവാനായിട്ട് സാധിക്കുമെന്ന രീതിയിലാണ് ഡോക്ടർ സംസാരിക്കുന്നത്. നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ അവളെ ജീവിതത്തിലേക്ക് പിടിച്ചു നിർത്തുവാനായിട്ട് ശ്രമിക്കുവാനാണ് ഡോക്ടറും ഹ്യുനുവിനോട് പറയുന്നത്. ഇപ്പോൾ ആകട്ടെ ഹെയ്നും ട്രീറ്റ്മെന്റ് ഒക്കെ നിർത്തിയിട്ട് അവിടെ നിന്നും പോകുകയാണ്. നീ ഇവിടെ തന്നെ നിന്നാൽ മതി, എങ്ങാനും WBCയുടെ കൗണ്ടൊക്കെ കൂടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചികിത്സ നടത്താമല്ലോ എന്നൊക്കെ ഹ്യുൻവു പറയുന്നുണ്ടെങ്കിൽ പോലും, ഞാൻ മരിക്കുന്നത് നിനക്ക് സന്തോഷമുള്ള കാര്യമല്ല എന്ന് ചോദിച്ചുകൊണ്ടാണ് അവളും പോകുന്നത്. ഇത്രയും നാളുമാകട്ടെ ഹ്യുനുവിന് തന്നോട് സ്നേഹമുണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നല്ലോ അവളും ട്രീറ്റ്മെന്റിന് നിന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സ്നേഹമില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്കും അവളും എല്ലാം തന്നെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാതെ തന്നെ നിന്റെ അടുത്ത് നിന്ന് മോചനമൊക്കെ നടത്തുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത്. നിന്റെ കൂടെ ജീവിക്കുകയായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് പണവും സൗകര്യവും എല്ലാം തന്നെ ലഭിക്കുന്നതായിരുന്നു. എന്നിട്ട് പോലും ഞാൻ അതൊക്കെ വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രമാത്രം നിന്റെ കൂടെ ജീവിക്കുന്നത് ഞാൻ വെറുത്തിട്ടുണ്ട്. നീ മരിക്കാൻ പോകുകയാണെന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് 3 മാസം കൊണ്ട് തന്നെ ഒരു ഡിവോഴ്സ് ഒന്നും ഇല്ലാതെ നിന്റെ അടുത്തൊന്നും രക്ഷപ്പെടുവാൻ സാധിക്കുമല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പോൾ എല്ലാം തന്നെ നീ അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നീ എനിക്കെതിരായിട്ട് ഒരു ഡിവോഴ്സ് ഒക്കെ നൽകുകയും മറ്റൊരു ആക്ഷൻ എടുക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതെനിക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ഇപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇവിടെ നിന്നും പോകണോ, അതോ നിന്റെ കാൽക്കീഴിലൊക്കെ കിടന്നുകൊണ്ട് നിന്റെ വിൽപത്രമൊക്കെ മാറ്റി എഴുതിക്കണോ എന്ന് ചോദിക്കണോ എന്ന് അവനും ചോദിക്കുകയാണ്. ഹ്യുനുവും അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ഹെയ്ൻ ഒരുപാട് ദേഷ്യം വരികയാണ്. ഹ്യുനുവും നിന്നെ കൊണ്ട് എന്ത് ചെയ്യുവാൻ സാധിക്കുമോ അതൊക്കെ എനിക്കെതിരായിട്ട് ചെയ്തോളുവാനും പറയുന്നു. ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്ന പോലെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിലും മുത്തശ്ശനെ ഉറപ്പായിട്ടും ജയിലിലൊക്കെ വിടേണ്ടതായിട്ട് വരുമെന്ന് ആളുകൾ പറയുമ്പോഴത്തേക്കും, മുത്തശ്ശനും ഞാൻ സൂചോളുടെ പ്രായമായിരുന്നപ്പോഴൊക്കെ ജയിലിൽ പോയതാണ്, അതുകൊണ്ട് തന്നെ ഇത്തവണ എനിക്ക് വേണ്ടി എന്റെ മകനൊക്കെ ജയിലിൽ പോകട്ടെ എന്നാണ് പറയുന്നത്.
അത് കേൾക്കുന്ന അച്ഛനും എനിക്ക് സൂചോളുടെ പ്രായമൊക്കെ ആയിരുന്നെങ്കിൽ ഞാനും അച്ഛന് പകരമായിട്ട് ജയിലിൽ പോകുവാനായിട്ട് തയ്യാറായേനെ എന്നും പറയുന്നു. എല്ലാവരും സൂചോളിനെ തന്നെ നോക്കുമ്പോഴത്തേക്കും സൂചോളിനെ ജയിലിൽ വിടുവാനാണ് എല്ലാവരും പ്ലാൻ ചെയ്യുന്നതെന്ന കാര്യമൊക്കെ അവൻ മനസ്സിലാക്കുകയാണ്. ഇതൊക്കെ പണം കൊടുത്ത് മേടിക്കുവാൻ സാധിക്കാത്ത ഒരു അവസരമാണ്. അതുകൊണ്ട് തന്നെ നീ ഒരു തവണത്തേക്ക് ജയിലിലൊക്കെ പോകുവാനായിട്ട് അച്ഛൻ പറയുമ്പോഴത്തേക്കും എനിക്ക് എന്റെ ഫാമിലിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജയിലിൽ പോകാനായിട്ട് സാധിക്കുകയില്ല എന്ന് സൂചോൾ പറയുന്നു. അച്ഛനും എനിക്കും എന്റെ ഫാമിലിനെ പ്രൊട്ടക്ട് ചെയ്യുവാനായിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അച്ഛന്റെ ഫാമിലി അല്ലേ ഞാൻ. അപ്പോൾ അച്ഛൻ എന്നെ പ്രൊട്ടക്ട് ചെയ്യുകയല്ലേ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ അച്ഛൻ ജയിലിൽ പൊക്കോ എന്നാണ് സൂചോൾ പറയുന്നതും. ഇപ്പോൾ കുറച്ച് ഇൻവെസ്റ്റേഴ്സ് ഒക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടൊക്കെയുണ്ട്. അങ്ങനെയിരിക്കെ നമ്മളെ പോലീസൊക്കെ പിടിക്കുകയാണെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒന്നും തന്നെ നടക്കുകയില്ല. അതുകൊണ്ട് തന്നെ പോലീസ് നമ്മുടെ അടുത്ത് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ അതൊക്കെ നടത്തിക്കുന്നതാണ് കൂടുതൽ ബുദ്ധിയെന്നാണ് എല്ലാവരും മുത്തശ്ശനെ ഉപദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓൺസെങ്ങുമായിട്ടുള്ള ആ ഒരു റിസോർട്ടിന്റെ പ്രൊജക്റ്റ് ഒക്കെ ഇപ്പോൾ സൈൻ ചെയ്യിക്കുകയാണ്. ഹ്യുനു എയർപോർട്ടിലൊക്കെ എത്തി കഴിയുമ്പോഴത്തേക്കുമാണ് ഹ്യുനു പറഞ്ഞത് കേൾക്കാതെ ഇപ്പോൾ റിസോർട്ടിനൊക്കെ സമ്മതിച്ചിട്ടുള്ള കാര്യമൊക്കെ അവനും അറിയുന്നത്. ഇനി ഉൺസെങ്ങിന്റെ പ്ലാൻ എന്താണെന്നൊക്കെ പറയുകയാണ്. അതായത് ലൈസൻസ് ഇതുവരെ കിട്ടാത്തൊരു സ്ഥലമൊക്കെ ആയിരുന്നല്ലോ അത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യാമെന്ന് ഏറ്റ സ്ഥിതിക്ക് ലൈസൻസിന്റെ ആ ഒരു ഇഷ്യൂ ഒക്കെ ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും കൂടെയുള്ള അതായത് ക്വീൻസ് ഗ്രൂപ്പിന്റെ കൂടെയുള്ള ഇൻവെസ്റ്റേഴ്സ് എല്ലാം തന്നെ ആ ഒരു കാര്യത്തിൽ നിന്നും പിന്മാറുന്നതാണ്. അവരും നേരത്തെ തന്നെ ലോണൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ അത് പെട്ടെന്ന് തന്നെ തിരിച്ചടയ്ക്കണമെന്ന ഒരു സ്ഥിതിയിലേക്കൊക്കെ വരും. ഈ ഒരു സമയത്ത് ഉൺസെങ് ആകട്ടെ ക്യൂൻസ് ഗ്രൂപ്പിനെ രക്ഷിക്കാനെന്ന രീതിയിൽ കുറെ പണമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. ആ ഒരു സമയത്ത് ക്യൂൻസ് ഗ്രൂപ്പിന്റെ കൂടെയുള്ള ആൾക്കാർക്ക് സോച്ചോളുടെ കയ്യിലേക്ക് പകരമായിട്ട് എന്തെങ്കിലും കൊടുക്കേണ്ടതായിട്ട് വരുമല്ലോ. പണം അവരുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ബോണ്ട് എന്ന രീതിയിലായിരിക്കും സൂചോളിന് അവർ നൽകുക. ആ ഒരു സമയത്താണ് മുത്തശ്ശൻ തട്ടിപ്പ് നടത്തിയെന്ന ന്യൂസൊക്കെ ഉൺസെങ് ലീക്ക് ആക്കുവാനായിട്ട് പോകുന്നത്. ന്യൂസൊക്കെ ലീക്കായി കഴിയുമ്പോഴത്തേക്കും മുത്തശ്ശനെയും ആ ഒരു ഫാമിലിയിലുള്ള എല്ലാവരെയും തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ പോകുന്നതാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് നേരത്തെ കിട്ടിയിട്ടുള്ള ബോണ്ടുകൾ വെച്ച് ക്വീൻസ് ഗ്രൂപ്പിന്റെ സ്റ്റോക്സ് ഒക്കെ പർച്ചേസ് ചെയ്യുക എന്നതാണ് ഉൺസിങ്ങിന്റെ ഉദ്ദേശം. നേരത്തെ തന്നെ ഉൺസിങ്ങിനും ഏകദേശം 5% സ്റ്റോക്സ് ഒക്കെ കൈക്കലാക്കിയിട്ടുമുണ്ട്. ഇപ്പോഴുള്ള സ്റ്റോക്സും കൂടി കിട്ടി കഴിയുമ്പോഴത്തേക്കും ക്വീൻസ് ഗ്രൂപ്പിന്റെ ഏറ്റവും കൂടുതൽ സ്റ്റോക്സ് ഉള്ള വലിയൊരു ഷെയർ ഹോൾഡർ ആയിട്ട് ഉൺസിങ്ങും മാറുന്നതായിരിക്കും. റിസോർട്ടിന് ലൈസൻസ് ഒക്കെ കിട്ടിയതിനു ശേഷം മാത്രമേ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാവൂ എന്നായിരുന്നല്ലോ ഹ്യുനു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഹ്യുനു പറഞ്ഞതുപോലെ അവരെല്ലാവരും ചെയ്യുകയായിരുന്നുവെങ്കിൽ ഒരിക്കലും പ്ലാൻ ഒന്നും സക്സസ് ആകുകയില്ലായിരുന്നു. കൃത്യസമയത്ത് ഡിവോഴ്സ് പേപ്പർ ഒക്കെ കിട്ടിയത് കൊണ്ടാണ് നമുക്ക് ഹ്യുനുവിനെയും ആ വീട്ടിൽ നിന്നും പുറത്താക്കുവാനായിട്ട് സാധിച്ചതെന്നൊക്കെ ഗ്രേസ് കോയും പറയുന്നു. വീട്ടുകാരെല്ലാവരും കൂടെ ഇരുന്ന് ഒരു ചർച്ചയൊക്കെ നടത്തുകയാണ്. ഹ്യുനുവു ഡിവോഴ്സ് പേപ്പേഴ്സ് ഒക്കെ സൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് അവരൊരിക്കലും വിചാരിച്ചിരുന്നില്ല. അവൻ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവുക? അവന് മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ അച്ഛനും സംശയിക്കുകയാണ്. അച്ഛനും അതിനെക്കുറിച്ച് അന്വേഷണം നടത്താമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഹെയ്നും ഇതിന്റെ കാര്യം എല്ലാം തന്നെ അവൾ സ്വയം നോക്കിക്കോളാം എന്നാണ് പറയുന്നത്. ഡിവോഴ്സ് ഒക്കെ കിട്ടുകയാണെങ്കിൽ എന്നേക്കുമായിട്ട് ക്വീൻസ് ഗ്രൂപ്പിൽ നിന്നും ഹ്യുനു പോകുന്നതായിരിക്കും. അതിനു മുമ്പായിട്ട് തന്നെ അവന്റെ കമ്പ്യൂട്ടറും ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്സും ഫോണും അക്കൗണ്ടും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവൻ ആരെയൊക്കെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്, ആരോടൊക്കെയായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ ഞാൻ ചെക്ക് ചെയ്യും. അവൻ ഇല്ലീഗലായിട്ട് എവിടെ നിന്നുമെങ്കിലും ഫണ്ടൊക്കെ ലഭിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കും. അങ്ങനെ അവന്റെ അടുത്ത് നിന്നും എന്തെങ്കിലും രീതിയിലുള്ള തട്ടിപ്പൊക്കെ നടത്തിയെന്ന് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അടുത്തതായിട്ട് അവന്റെ പേരിൽ കേസ് കൊടുക്കാനാണ് പോകുക. അവന്റെ അടുത്ത് നിന്നും ഞാൻ അതിന് നഷ്ടപരിഹാരവും മേടിക്കുന്നതായിരിക്കുമെന്നൊക്കെ പറഞ്ഞ് ഹെയ്നും പോകുന്നു. ഹിനുവും ഫ്രണ്ടിനെ കണ്ട് കഴിയുമ്പോഴത്തേക്കും അവന് പല്ലുണ്ടോ ചെവിക്ക് കംപ്ലൈന്റ് ഉണ്ടോ എന്നൊക്കെ ആയിരുന്നു ഫ്രണ്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. അതായത് ഡിവോഴ്സ് പേപ്പേഴ്സ് ഒക്കെ ഹെയ്ൻ കണ്ടതിന് ശേഷം അവന് നല്ല തല്ലൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് ഫ്രണ്ട് വിചാരിക്കുന്നതെങ്കിലും അങ്ങനെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നൊക്കെ ഹ്യുനുവും അറിയിക്കുന്നു. കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഹെയ്ൻ കരയിക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അവളുടെ കരച്ചിൽ കണ്ടപ്പോഴത്തേക്കുമാണ് എനിക്ക് സഹിക്കുവാൻ സാധിക്കാതെ പോയതും. ഞാൻ എന്ത് വലിയ തെറ്റാണ് അവളുടെ അടുത്ത് ചെയ്തതെന്നുള്ള തോന്നലാണ് ഇപ്പോഴും എന്റെ ഉള്ളിൽ ഉള്ളതെന്ന് ഹ്യുനുവും അറിയിക്കുന്നു. ഹെയ്നും ജീവിക്കേണ്ട എന്നൊരു തോന്നലൊക്കെ തോന്നിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് ജീവിക്കാനായിട്ടൊരു മോട്ടിവേഷൻ വേണം. അതിനുവേണ്ടിയാണ് ഞാനും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതെന്നാണ് ഹ്യുനുവും ഇപ്പോൾ ഫ്രണ്ടിന്റെ അടുത്ത് പറയുന്നത്. ഇപ്പോൾ എന്റെ അടുത്ത് പ്രതികാരം ചെയ്യുവാനായിട്ട് ആയിരിക്കും അവൾക്ക് തോന്നുക. എങ്കിൽ പോലും ആ ഒരു കാരണം കൊണ്ട് തന്നെ അവൾക്കും കൂടുതലായിട്ട് ജീവിക്കുവാനായിട്ട് താല്പര്യം ഉണ്ടാകുമെന്നും അവൻ അറിയിക്കുന്നു. നീ എന്തിനാണ് മുത്തശ്ശന്റെ സംസാരമൊക്കെ ഒളിഞ്ഞു കേൾക്കുവാനായിട്ടുള്ള രീതിയിൽ ബഗ്ഗൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നതെന്ന് സൂചോളും ഇപ്പോൾ ഹ്യുനുവിന്റെ അടുത്ത് ചോദിക്കുകയാണ്.
ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ ഹ്യുൻവു പറയുന്നുണ്ടെങ്കിൽ പോലും ഡിവോഴ്സ് പേപ്പേഴ്സ് കൂടി കണ്ടിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ അവനും ഏകദേശം എല്ലാത്തിനും പിന്നിൽ ഹ്യുൻവു ആണെന്നുള്ള ഒരു തോന്നലൊക്കെ തോന്നിയിരിക്കുകയാണ്. ഇന്ന് റിസോർട്ടിന്റെ പണിയൊക്കെ മുടക്കുവാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ ഇപ്പോൾ ആകട്ടെ എന്റെ പ്ലാൻ പ്രകാരം റിസോർട്ടൊക്കെ പണിയുവാനായിട്ട് പോകുകയാണ്. ഇനി നിനക്ക് ഒന്നും തന്നെ ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. എനിക്കും ഒരു വിജയമൊക്കെ ഉണ്ടാക്കുമെന്ന് സുചോൾ പറയുമ്പോഴത്തേക്കും നീ ഒരിക്കലും ഉൻസിങ്ങിനെ വിശ്വസിക്കുവാനായിട്ട് പാടില്ല. ഉൻസിങ് ആകട്ടെ റിസോർട്ടൊക്കെ പണിയൊക്കെയാണെങ്കിൽ 500 ബില്യൺ പ്രോഫിറ്റ് കിട്ടുമെന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ 89 ബില്യൺ പ്രോഫിറ്റ് ആണ് ലഭിക്കുവാനായിട്ട് പോകുക. സത്യമൊക്കെ മറച്ചുവെച്ച് 5 ഇരട്ടിയോളം തുകയൊക്കെ കൂടുതലായിട്ട് കിട്ടുമെന്ന് ഉൻസിങ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവന്റെ പിന്നിൽ മറ്റെന്തൊക്കെയോ ലക്ഷ്യങ്ങൾ ഉണ്ടെന്നും കൂടി ഹ്യുൻവു പറയുകയാണ്. ഹ്യുൻവു അങ്ങനെ ആ ഒരു പ്രൊജക്റ്റിലുണ്ടായിരുന്ന പല പല കണക്കുകൾ സഹിതം പറഞ്ഞു കേൾപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ സൂചോൾ കേൾക്കുവാനായിട്ട് തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ അവന് മുത്തശ്ശനെ കാണുവാനായിട്ടൊക്കെ പോകുന്നു. അമ്മയും കുറെ അധികം കാര്യങ്ങളൊക്കെ ഹ്യുനുവിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഹ്യുനുവിന് യാഥാർത്ഥ്യമൊക്കെ പറയണമെങ്കിൽ ഹെയിന്റെ അസുഖത്തെക്കുറിച്ചൊക്കെ തുറന്നു പറയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ അവനും അതിനൊന്നും തന്നെ മറുപടി പറയാതെ നിൽക്കുന്നു. ഇനി ഹ്യുനുവിന് ഒട്ടും തന്നെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവന്റെ ഫോൺ പോലും വെളിയിൽ വെച്ചതിന് ശേഷമായിരുന്നു മുത്തശ്ശനെ കാണുവാനായിട്ടൊക്കെ അവനെയും അകത്തേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നത്. നീ ഡിവോഴ്സ് ചെയ്യുന്നതിൽ എനിക്ക് ഒട്ടും തന്നെ പ്രശ്നമില്ല. പക്ഷെ നീയും ഡീറ്റെയിൽസ് എല്ലാം തന്നെ ചോർത്തി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. എതിർ കമ്പനിയിലെ ചെയർമാൻ നിനക്ക് എത്ര തുകയാണ് നൽകിയത്? സത്യം പറ, ആ ഒരു അഴിമതിക്ക് എന്നെ അല്ലായിരുന്നോ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെയാണ് മുത്തശ്ശൻ ചോദിക്കുന്നത്. ഈ ഒരു അഴിമതി മുത്തശ്ശനെ തന്നെയായിരുന്നു ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതിന് പിന്നിൽ ഞാനല്ല. ഈ ഒരു അഴിമതിയൊക്കെ ചെയ്ത സോങ്ങിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡയറക്ടർ ജോയ് ആയിരുന്നു. സോങ്ങും ഡയറക്ടർ ജോയും ഫ്രണ്ട്സ് ആണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് സോങ് ഇതുപോലെ അഴിമതിയൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അതെല്ലാം തന്നെ കണ്ടില്ല എന്ന് നടിച്ചിട്ടുണ്ടായിരുന്നത് ഡയറക്ടർ ജോയ് ആണ്. പക്ഷെ ഡയറക്ടർ ജോ തനിച്ചാണ് ഇതൊക്കെ ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അയാൾക്ക് പിന്നിൽ മറ്റാരോ ഉണ്ട്. ആ വ്യക്തി തന്നെയാണ് മുത്തശ്ശനെ അഴിമതിയിലൊക്കെ കൊടുക്കുകയും എന്നെ കുറ്റക്കാരനാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹ്യുൻവൂനും പിന്നിലുള്ള ആളെ കണ്ടെത്തുവാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നൊക്കെ മുത്തശ്ശനെ അറിയിച്ച് കഴിയുമ്പോഴത്തേക്കും ഇവർ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ഓൺസിങ്ങും കേട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഓൺസിങ്ങും ഡയറക്ടർ ജോയിനെ കോൾ ചെയ്ത് എത്രയും വേഗം ഈ രാജ്യം തന്നെ വിട്ടു പോകണമെന്നും ഹ്യുനോ നിന്റെ പിന്നാലെ തന്നെ ഉണ്ട് എന്നും അറിയിക്കുകയാണ്. ചേട്ടൻ പണ്ട് ക്വീൻസ് ഗ്രൂപ്പിന്റെ കുറെ സ്റ്റോക്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹ്യുൻവു ഡിവോഴ്സ് ചെയ്യുവാൻ പോകുകയാണെന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കും സ്റ്റോക്സിന്റെ പ്രൈസ് ഒക്കെ കുറയുന്നത് കൊണ്ട് തന്നെ അതെല്ലാം തന്നെ വിറ്റിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാകട്ടെ ഹ്യുൻവുവും ഹെയ്നും ഏകദേശം ഒന്നിച്ച മട്ടാണല്ലോ. അതുകൊണ്ട് തന്നെ വീണ്ടും സ്റ്റോക്സ് ഒക്കെ മേടിക്കുകയാണ് ചേട്ടനും. ഒരു ദുസ്വപ്നമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഹ്യുനുവിനെ അമ്മയും കോൾ ചെയ്യുന്നു. പക്ഷെ ഫോണൊക്കെ എടുക്കുന്നത് ഹെയിന്റെ അമ്മയായിരുന്നു. ഹ്യുനു ഡിവോഴ്സ് ചെയ്യാൻ പോകുകയാണെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമായിരുന്നോ എന്നൊക്കെ ഹെയിന്റെ അമ്മ ചോദിക്കുമ്പോഴത്തേക്കും സാധാരണയായിട്ട് കപ്പിൾസ് ഒക്കെ വഴക്ക് കൂടുന്നത് നമ്മൾ സ്ഥിരം കാണുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങളും അതൊന്നും കാര്യമാക്കിയില്ല എന്നായിരുന്നു ഹ്യുനുവിന്റെ അമ്മയും മറുപടിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവർ രണ്ടുപേരും അധികം കാലം ഒന്നിച്ചു പോക്കുകയില്ലെന്ന് ഈ വിവാഹത്തിന്റെ അന്ന് തന്നെ ഞാൻ പറഞ്ഞതല്ലേ. അത് നിങ്ങളല്ലേ ഇവർ നന്നായി ജീവിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നടന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് എന്റെ അമ്മയും ദേഷ്യപ്പെട്ട് ഫോണൊക്കെ കട്ട് ചെയ്യുന്നു. എന്തായാലും അവർ ഡിവോഴ്സ് ചെയ്യാൻ പോകുകയാണെന്ന് മനസ്സിലാക്കുന്ന ചേട്ടനും സ്റ്റോക്സ് എല്ലാം തന്നെ വിൽക്കുന്നു. അച്ഛന്റെ ഫ്രൂട്ടായിട്ടുള്ള പിയർ കഴിക്കാതെ അതിന് പകരമായിട്ട് ഹെയിൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് എതിർ സ്ഥാനാർത്ഥിയുടെ ഫ്രൂട്ടൊക്കെ ആയിട്ടുള്ള ആപ്പിൾ ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്നും ഒരു സൊല്യൂഷൻ എന്ന രീതിക്ക് ഹെയിനെ ഒന്നും കൂടി വിളിച്ചു വരുത്തിയിട്ട് അവളെ കൊണ്ട് പിയറൊക്കെ കഴിപ്പിക്കാം. അത് കൂടാതെ എതിർ സ്ഥാനാർത്ഥിയുടെ വീഡിയോ ഒക്കെ നമുക്ക് ഡിലീറ്റും കൂടി ചെയ്യാം. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ച രീതിയിലൊക്കെ കാര്യങ്ങൾ പോകുമെന്നാണ് അച്ഛന്റെ അടുത്തും സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോഴായിരുന്നു ചേട്ടനും അവിടെ എത്തുന്നത്. എന്തായാലും ഇതൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ച് ഡിവോഴ്സിന്റെ കാര്യം ചേട്ടനും എല്ലാവരും തന്നെ അറിയിക്കുന്നു. പക്ഷേ വാർത്തയൊക്കെ കേട്ട് കഴിയുമ്പോൾ തന്നെ അച്ഛന്റെ ബോധവും പോകുകയാണ്. അച്ഛന്റെ കൂടെയുള്ള ആളും എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷനൊക്കെ ഓവർകം ചെയ്യുവാൻ സാധിക്കുക എന്ന രീതിയിൽ ഒരു ക്ലാസ് എടുത്ത് കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ കാര്യത്തിന്റെ ഗൗരവമൊക്കെ മനസ്സിലാക്കുക. ഡിവോഴ്സ് പേപ്പറൊക്കെ അവർ കൈമാറിയോ എന്ന് അയാളും ചേട്ടന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും ചേട്ടനും ഇല്ലായിരിക്കും എന്നൊരു മറുപടിയൊക്കെ നൽകുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ എത്രത്തോളം മോശമാണെന്ന് മനസ്സിലാക്കുകയും ഇനി എത്രത്തോളം മോശമാകാൻ സാധ്യത ഉണ്ടെന്നൊക്കെ തിരിച്ചറിയുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾസ് എന്തെങ്കിലുമൊക്കെ പുറത്തിറങ്ങിയോ എന്നൊക്കെ ആൾ ചോദിക്കുമ്പോഴത്തേക്കും ഇതുവരെ ഇറങ്ങിയിട്ടില്ലെങ്കിലും ഉടനെ തന്നെ ഇറങ്ങുന്നതായിരിക്കുമെന്ന് ചേട്ടനെ അറിയിക്കുന്നു. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഏത് രീതിയിലുള്ള തീരുമാനം എടുക്കുന്നു എന്നതാണ്. ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടുവെന്നും ഏതൊക്കെ കാര്യങ്ങൾ ഇല്ലാതാക്കിയെന്നും ഇപ്പോൾ തന്നെ തീരുമാനിക്കേണ്ടതായിട്ടുമുണ്ടെന്ന് അയാൾ പറഞ്ഞും കൊടുക്കുന്നു. ഹ്യുനുവിന്റെ അമ്മയ്ക്ക് എല്ലാ സത്യങ്ങളും അറിയാമായിരുന്നു. എന്നിട്ട് പോലും അതൊക്കെ മറച്ചു വെച്ചിട്ടാണ് ഹെയ്ൻ അവരുടെ നാട്ടിൽ പോയപ്പോഴത്തേക്കും അവൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുമുണ്ടായിരുന്നത്. എന്തായാലും ഹ്യുനുവിന്റെ അമ്മ ചെയ്തത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് ഹെയ്ന്റെ അമ്മ പറയുന്നത്. അപ്പോൾ അവിടേക്ക് എത്തുന്ന ആന്റിയും സോൽഹി ഇരിക്കുന്നത് കാണുമ്പോഴത്തേക്കും അതൊന്നും തന്നെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പോലും ഹെയ്ന്റെ അമ്മയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കുകയാണ്. ആന്റി അല്ലേ എപ്പോഴും ഹ്യുനുവിനെ സപ്പോർട്ട് ചെയ്തൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ആന്റിക്ക് ശരിക്കും ആളുകളുടെ സ്വഭാവം മനസ്സിലാക്കുവാനുള്ള കഴിവില്ല.
അതുകൊണ്ടാണ് ആന്റീനെ എല്ലാ ഹസ്ബൻഡുമാരും ഉപേക്ഷിച്ചു പോയിട്ടുണ്ടായിരുന്നതെന്നൊക്കെയാണ് അമ്മ ഇപ്പോൾ പറയുന്നത്. ഇവിടെ പറ്റിക്കപ്പെട്ടത് ഞാൻ മാത്രമാണെന്നൊന്നും പറയുവാനായിട്ട് കഴിയുകയില്ല. ആരെങ്കിലും ഒരാൾ ഡ്യൂപ്പൊക്കെ ഇട്ടിട്ട് നിങ്ങളെ പറ്റിക്കണമെന്ന് തുനിഞ്ഞിറങ്ങുകയാണെങ്കിൽ അയാൾക്ക് നിങ്ങളെ പറ്റിക്കുവാനായിട്ട് കഴിയുമെന്നൊക്കെയാണ് സോൾഹിനെ ഉദ്ദേശിച്ചുകൊണ്ട് ആന്റിയും പറയുന്നത്. പക്ഷേ ആന്റിക്ക് എല്ലാ സത്യങ്ങളും തുറന്നു പറയണമെന്നുണ്ടായിരുന്നെങ്കിലും തെളിവില്ലാത്തത് കൊണ്ട് തന്നെ ഡിറ്റക്റ്റീവും ആന്റിയോട് തൽക്കാലത്തേക്ക് മിണ്ടാതിരിക്കുവാനൊക്കെ ആയിരുന്നു ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സൊൽഹിക്ക് ഒരു മകൻ ഉള്ളത് കൊണ്ട് തന്നെ രഹസ്യമായിട്ട് അവർ ഉറപ്പായിട്ടും മകനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കണ്ടെത്തി തെളിവോടുകൂടി തന്നെ സൊൽഹിനെ പിടിക്കണം. അതുവരെ നീയും കാത്തിരിക്കണമെന്നൊക്കെ ഡിറ്റക്റ്റീവ് പറഞ്ഞത് കൊണ്ട് തന്നെ വ്യോംചയും ഇപ്പോൾ ആ ഒരു തെളിവൊക്കെ കിട്ടുവാനായിട്ട് കാത്തിരിക്കുകയാണ്. ഹെയ്ൻ ആകെ പ്രശ്നമായിട്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ ഇത്. അങ്ങനെ ഇരിക്കെ അവൾക്ക് ഈ ഒരു അവസ്ഥ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യോംചി ഇരിക്കുമ്പോഴത്തേക്കും എന്താണ് ഹെയ്ന് സംഭവിച്ചതെന്നൊക്കെ സൊൽഹിയും ചോദിക്കുന്നുണ്ട്. അവൾ ഒരുപാട് വർക്കൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലല്ലേ, ഞാൻ അത്രയും മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആന്റി പോകുന്നുണ്ടെങ്കിൽ പോലും അതിന് പിന്നിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു എന്നൊക്കെ സൊൽഹിക്കും തോന്നുന്നുണ്ട്. വഴിയിൽ വെച്ച് ആന്റിയും ഹിനുവിനെ കാണുന്നുണ്ടെങ്കിൽ പോലും അവനോട് സംസാരിക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല. ഹെയ്നും ഡിവോഴ്സ് പേപ്പേഴ്സിലൊക്കെ സൈൻ ചെയ്തിരിക്കുകയാണ്. പക്ഷെ എന്ന് ഡിവോഴ്സിന് അപ്ലൈ ചെയ്യണമെന്നൊക്കെ അവൾ തീരുമാനിക്കുമെന്ന് കൂടി ഹ്യുൻവോന്റെ അടുത്ത് പറയുന്നു. ഹ്യുൻവോനും അതെല്ലാം തന്നെ സമ്മതമായിരുന്നു. ആന്റി ഒരുപാട് ഡിവോഴ്സ് കേസിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നതാണല്ലോ. പക്ഷെ ആന്റിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതിനേക്കാളും വലിയ അഡ്വക്കേറ്റ്സിനൊക്കെ വെച്ചിട്ടായിരിക്കും ഞാനും ഈ ഒരു കേസൊക്കെ വാദിക്കുക. നിനക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷയൊക്കെ ഞാനും മേടിച്ചു തരുന്നതായിരിക്കും എന്നൊക്കെ ഹെയ്ൻ പറയുമ്പോഴത്തേക്കും ഹിനുവോ ആകട്ടെ, നീ എന്ത് ചെയ്താലും ഉൺസെങ്ങിന്റെ അടുത്ത് അധികം കമ്പനി ആക്കുവാനായിട്ട് പോകാത്തതാണ് നല്ലത്. കുറെ കൊല്ലമായിട്ട് നീയുമായിട്ട് ഒരടുപ്പവും ഇല്ലാതിരുന്ന ഉൺസിങ് ആകട്ടെ പെട്ടെന്നൊരു ദിവസം വന്നിട്ട് നിനക്കും സൂചോളിനും വലിയ പദ്ധതികളൊക്കെ കൊണ്ടുവന്നു തന്നു. അവന്റെ ഉള്ളിൽ മറ്റെന്തൊക്കെയോ പദ്ധതികൾ ഉണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു. നമ്മൾ ഹണ്ടിങ്ങിനൊക്കെ പോയ സ്ഥലത്ത് നിന്നും എനിക്ക് ഒരു ഡാഷ് കാം ഫുട്ടേജ് ഒക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും അതൊരു കടയിലൊക്കെ കൊടുത്തു. പക്ഷെ പെട്ടെന്നൊരു ദിവസം ആ ഒരു കടക്കാരൻ കടയൊക്കെ പൂട്ടി പോയിട്ടുണ്ടായിരുന്നു. ഞാനും ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഏറ്റവും ഒടുവിലായിട്ട് ആ ഒരു കടയിൽ വന്നിട്ടുണ്ടായിരുന്ന ആളും ഉൺസിങ് ആണെന്നൊക്കെ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ നീ അവനെ അത്രയ്ക്കങ്ങ് വിശ്വസിക്കേണ്ടെന്നൊക്കെ ഹിനുവോ പറയുമ്പോഴത്തേക്കും ഒരു പക്ഷെ അതേ കടയിലെ കസ്റ്റമർ ആയിട്ട് ആയിക്കൂടെ ഉൺസിങ് എത്തിയതെന്നൊക്കെയാണ് അവൾ ചോദിക്കുന്നത്. ഇത്രയും ചെറിയ കാര്യങ്ങൾ കൊണ്ട് ഒരിക്കലും ഒരാളെ കുറ്റപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല എന്നും അവൾ പറയുന്നു. പിന്നെ എന്നെ അത്രയ്ക്ക് എളുപ്പത്തിലൊന്നും പറ്റിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ ഹെയ്ൻ പറയുമ്പോഴത്തേക്കും നിന്നെ ഞാൻ പറ്റിച്ചിട്ടില്ലായിരുന്നോ, ഒരിക്കൽ കൂടി നീ ഒരിക്കലും പറ്റിക്കപ്പെടരുതെന്നാണ് അവൻ അറിയിക്കുന്നത്. ഹെയ്ൻ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഫുഡ് അല്ലാതെ മറ്റു ഫുഡൊക്കെ കഴിക്കുകയും പിന്നീട് വളരെ ഫാൻസി ആയിട്ടുള്ള ആഭരണങ്ങളും മറ്റുമൊക്കെ ഇട്ടുകൊണ്ട് ഓഫീസിലേക്ക് പോകുകയും ചെയ്യുന്നു. ആ ഒരു മാലയും മറ്റുമൊക്കെ സ്റ്റാഫ്സ് എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സ്റ്റാഫ്സുമായിട്ട് സെക്രട്ടറിനെ ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ചിരിക്കുകയാണ്. പുതിയതായിട്ട് വന്നൊരു സ്റ്റാഫിന്റെ അടുത്തും സെക്രട്ടറിനെ പറയുകയാണ് അവൾ ഏറ്റവും കൂടുതൽ അപ്സെറ്റ് ആയിട്ടിരിക്കുന്ന സമയങ്ങളിലാണ് ഇതുപോലെ ഫാൻസി ആയിട്ടുള്ള ഡ്രസ്സും മറ്റുമൊക്കെ ഇടാറുള്ളത്. ഇന്നത്തെ മാല തന്നെ വളരെ ഭംഗിയുള്ള ഒന്നായിരുന്നു. അതിനർത്ഥം അവൾ ഇന്ന് വളരെയധികം അപ്സെറ്റ് ആണെന്നാണ്. ഇന്ന് ഹെയ്ന്റെ മുമ്പിൽ പോയി ചാടാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്നാണ് നായും അവരോട് പറഞ്ഞു കൊടുക്കുന്നത്. ഒരു സ്റ്റാഫ് കോഫിയുമായിട്ട് വരുമ്പോഴത്തേക്കും അവരുടെ തന്നെ കൈ തട്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഫയൽസിലും മറ്റും എല്ലാം തന്നെ ആ ഒരു കോഫിയും വീഴുന്നു. സ്റ്റാഫും ഹെയ്ൻ ഇപ്പോൾ ദേഷ്യപ്പെടുമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും ഹെയ്നും ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടൊക്കെ വളരെ മോശമാണ്. നീയും ഇപ്പോൾ ഇവിടെ കോഫി ഒഴിച്ചെങ്കിൽ പോലും ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടും ഞാൻ ഒരിക്കലും ദേഷ്യപ്പെടുകയില്ല. ഞാൻ മറ്റൊരു കാരണം കൊണ്ട് തന്നെ വളരെയധികം ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ചെറിയ കാര്യങ്ങളൊക്കെ കൊണ്ട് ഒരിക്കലും ഞാൻ ദേഷ്യപ്പെടുകയില്ല എന്നാണ് ഹെയ്ൻ പറയുന്നതും. അങ്ങനെ ഹെയ്ൻ അവളെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഹെയ്ൻ ദേഷ്യപ്പെടാതിരിക്കുമ്പോഴത്തേക്കുമാണ് ഏറ്റവും കൂടുതൽ പേടി തോന്നുന്നതെന്നായിരുന്നു ആ സ്റ്റാഫും ബാക്കിയുള്ള സ്റ്റാഫ്സിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത്. ഹെയ്ൻ പറഞ്ഞത് പ്രകാരം ഓഡിറ്റിംഗ് ടീമൊക്കെ ഹ്യുൻവുന്റെ ഡിപ്പാർട്ട്മെന്റിൽ എത്തിയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഫയൽസും എടുത്തുകൊണ്ടൊക്കെ പോകുന്നു. അതുകൊണ്ട് തന്നെ ഹെയ്നും ഹ്യുൻവുവും തമ്മിൽ എന്തോ വലിയൊരു പ്രശ്നമൊക്കെ നടക്കുകയാണെന്ന് അവിടെയുള്ള സ്റ്റാഫ്സിന് എല്ലാവർക്കും തന്നെ മനസ്സിലാകുന്നു. ഹെയ്നും ജർമ്മനിക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ കുറേയധികം പ്രൊജക്ട്സ് ഒക്കെ അക്സെപ്റ്റ് ചെയ്തതായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ആകട്ടെ അവൾ അതെല്ലാം തന്നെ റിജക്ട് ചെയ്യുകയാണ്. ഹെയ്ന്റെ ഹ്യുൻവുന്റെ സെക്രട്ടറിമാരാകട്ടെ ഹ്യുൻവുവും ഹെയ്നും പരസ്പരം കാണാതിരിക്കുവാനായിട്ടാണ് നമ്മളിപ്പോൾ ശ്രമിക്കേണ്ടത്. അവർ കണ്ടുമുട്ടുകയാണെങ്കിൽ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും എവിടേക്കൊക്കെയാണ് പോകാൻ പ്ലാൻ ചെയ്തിട്ടുള്ളതെന്നൊക്കെ നോക്കുന്നു. അങ്ങനെ നോക്കുമ്പോഴത്തേക്കുമാണ് രണ്ടുപേരും ഒരേ ഹോട്ടലിൽ ഒരേ സമയത്ത് പോകുന്നുണ്ടെന്നൊക്കെ മനസ്സിലാക്കുന്നത്. ഒരേ സമയം ആയതുകൊണ്ട് തന്നെ രണ്ടുപേരെയും രണ്ട് ലിഫ്റ്റ് വഴി വിടാമെന്നും രണ്ടുപേരും രണ്ട് ഹോട്ടലിലൊക്കെ പോകട്ടെ എന്നും സെക്രട്ടറിമാര് തീരുമാനിക്കുന്നു. ഹ്യുനുവും കുറെ പേപ്പേഴ്സ് ഒക്കെ നോക്കിയിരിക്കുന്നു. ഹ്യുനു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഹെയ്നെയും ഹെയ്ൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഹ്യുനുവിനെയും അവരുടെ സെക്രട്ടറിമാരും അറിയിക്കുന്നു. ഉടനെ തന്നെ പൂട്ടിക്കാമെന്ന രീതിയിലേക്ക് ഹെയ്ൻ വിചാരിച്ചിട്ടുണ്ടായിരുന്ന കടകളുമായി ബന്ധപ്പെട്ട് കുറച്ച് അപ്രൂവലൊക്കെ നടത്തുവാനായിട്ടുണ്ട് എന്നും അതൊക്കെ പെട്ടെന്ന് ചെയ്തില്ല എങ്കിൽ പെനാൽറ്റി എന്ന രീതിക്ക് മൂന്നിരട്ടി തുകയൊക്കെ അടയ്ക്കേണ്ടതായിട്ട് വരുമെന്നും ഹ്യുനുവു നായിനെ പറഞ്ഞ് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഹെയ്നും പെനാൽറ്റിക്ക് അടയ്ക്കുവാനായിട്ട് തയ്യാറാണെന്നും മറ്റു ചില പ്രശ്നങ്ങളൊക്കെ കണ്ടെത്തിക്കൊണ്ട് വരുവാനും പറഞ്ഞിട്ട് കിമ്മിനെയും പറഞ്ഞയക്കുന്നു. ജാപ്പനീസ് റെസ്റ്റോറന്റിൽ പോയി സുഷിയൊക്കെ കഴിക്കാമെന്നായിരുന്നു ഹ്യുനു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്.
പക്ഷേ നമുക്കതൊക്കെ മാറ്റിയിട്ട് ചൈനീസ് റെസ്റ്റോറന്റിൽ പോയാലോ? ജാപ്പനീസ് റെസ്റ്റോറന്റിൽ പോകുമ്പോഴത്തേക്കും ഒരുപാട് പണച്ചെലവൊക്കെ ആകുന്നതായിരിക്കുമെന്നൊക്കെ സെക്രട്ടറി പറയുമ്പോഴത്തേക്കും, പണത്തിന്റെ കാര്യമൊന്നും നിങ്ങൾ ഓർക്കണ്ട, ഞാൻ തന്നെ ട്രീറ്റ് ചെയ്തോളാമെന്ന് ഹ്യുനുവും സെക്രട്ടറിയുടെ അടുത്ത് പറയുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ചൈനീസ് ഫുഡ് കഴിക്കുവാനായിട്ടാണ് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സെക്രട്ടറി കിമോ ബാക്കിയുള്ള സ്റ്റാഫ്സിനെ കൊണ്ട് കൂടി സമ്മതിപ്പിക്കുകയാണ്. എല്ലാവർക്കും ജാപ്പനീസ് ഫുഡൊക്കെ കഴിക്കുവാനായിട്ടാണ് താല്പര്യമെങ്കിൽ പോലും ഇപ്പോൾ അതൊക്കെ തുറന്നു പറയുകയാണെങ്കിൽ ഒരു പക്ഷേ സെക്രട്ടറിക്കും വെറുതെ വിട്ടെന്നിരിക്കുകയില്ല. എന്തായാലും ഹേൻ ജാപ്പനീസ് ഫുഡ് കഴിക്കാൻ പോകുന്നത് കൊണ്ടായിരിക്കാം നമ്മളോട് പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെ സ്റ്റാഫ്സും പരസ്പരം ചാറ്റ് ചെയ്യുന്നു. ഹ്യുനുവും റെസ്റ്റോറന്റ് ഒക്കെ മാറ്റിയെന്നറിയുമ്പോഴത്തേക്കും സെക്രട്ടറി നായിക്ക് സമാധാനമാകുന്നു. ഇനി ബിൽഡിംഗ് എയിലെ ലിഫ്റ്റ് വഴി പോകുവാനായിട്ടായിരുന്നു ഹേൻ നിന്നിട്ടുണ്ടായിരുന്നതെങ്കിൽ പോലും ആ ഒരു ലിഫ്റ്റ് ഒക്കെ വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ അവളും ബിൽഡിംഗ് ബിയിലെ ലിഫ്റ്റ് വഴി പോകാമെന്നൊക്കെ പറയുന്നു. സെക്രട്ടറി നായും ഹെയിനെ തടയുന്നുണ്ടെങ്കിൽ പോലും അവളും പോകുകയാണ്. അങ്ങനെ ഇരിക്കെ ആ ഒരു വിവരമൊക്കെ സെക്രട്ടറി ഇപ്പോൾ സെക്രട്ടറി കിമ്മിനെ അറിയിക്കുമ്പോഴത്തേക്കും കിമ്മും നമുക്ക് സ്റ്റെപ്പ് വഴി പോയാലോ എന്നൊക്കെ ലിഫ്റ്റിന് മുമ്പിൽ കാത്തു നിന്ന ഹ്യുനുവിന്റെ അടുത്തും ചോദിക്കുന്നു. കാര്യങ്ങളൊക്കെ അറിയാതെ പോയ സ്റ്റാഫ്സ് ആകട്ടെ നമുക്ക് ലിഫ്റ്റ് വഴി തന്നെ പോയാൽ മതി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഹെയ്നും ഇപ്പോൾ ഇതുവഴി വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സെക്രട്ടറി കിമും ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കുന്നു. ആ ഒരു മെസ്സേജ് അതേ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ഹ്യുൻവുവും കാണുകയാണ്. അങ്ങനെ ഇരിക്കെ അവിടെ എത്തുന്ന ഹെയ്നും നിങ്ങളുടെ ഗ്രൂപ്പിന് വലിയ വർക്കൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഒന്നിച്ച് ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോകുന്നതെന്ന് ആ ഒരു ടീമിന്റെ അടുത്ത്, അല്ല ഹ്യുൻവുവിന്റെ അടുത്ത് തന്നെ അവളും ചോദിക്കുന്നു. അവർ ഒരുപാട് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനും അവർക്ക് ട്രീറ്റ് ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച് ഫുഡ് കഴിക്കുവാനായിട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നതെന്നൊക്കെ ഹ്യുൻവു പറയുമ്പോഴത്തേക്കും, കഴിഞ്ഞ 3 വർഷമായിട്ട് നിങ്ങൾ ഇവിടെ വർക്ക് ചെയ്യുന്നതല്ലേ, അങ്ങനെ ഇരിക്കെ നിങ്ങളും ഇതിനു മുമ്പ് ചെയ്ത വർക്കിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് റിവ്യൂ ചെയ്ത് നോക്കേണ്ടതായിട്ടുമുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ വർക്കിൽ ഇംപ്രൂവ്മെന്റ് ഒക്കെ കാണുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നൊക്കെ ഹെൻ പറയുമ്പോഴത്തേക്കും ഹ്യുൻവുവും എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള കാര്യമുണ്ടെങ്കിൽ അതൊരിക്കലും വർക്കിൽ വെച്ച് സംസാരിക്കരുതെന്നാണ് അവളോട് പറയുന്നത്. അവളും ഞാനൊരു റോബോട്ടിനെ പോലെ ആയതുകൊണ്ട് തന്നെ ഒരിക്കലും അങ്ങനത്തെ രീതിയിലൊന്നും സംസാരിക്കുകയില്ല എന്ന് പറയുന്നു. നീ പല കേസുകളിലും തോറ്റുപോകുന്നത് ശരിക്കും ഇമ്പ്രൂവ്മെന്റ് ഒന്നും നടത്താത്തത് കൊണ്ടാണെന്നും കൂടി പറഞ്ഞ് ഹെയ്ൻ പോകുമ്പോഴത്തേക്കും, എന്നാൽ ഇനിയിപ്പോൾ നമുക്ക് സ്റ്റെപ്പ് വഴി അങ്ങ് പോയേക്കാമെന്നൊക്കെ പറഞ്ഞ് ഹ്യുഡുവും ടീമിനെയും കൂട്ടിക്കൊണ്ട് പോകുന്നു. ക്വീൻസ് ഗ്രൂപ്പിന്റെ 2 ഡയറക്ടർമാരെ കാണിക്കുകയാണ്. ഇതിനു മുമ്പും നമ്മൾ ഈ ഡയറക്ടേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരാകട്ടെ മറ്റൊരു ബയോടെക്നോളജി കമ്പനിയിലേക്കൊക്കെ പെട്ടെന്ന് പണം എടുക്കുവാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ കയ്യിലുണ്ടായിരുന്ന ഷെയർസ് ഒക്കെ നൽകിയിട്ട് അതിലെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തിയതായിരുന്നു. പക്ഷെ ആ ഒരു കമ്പനിയൊക്കെ ഫേക്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കും അവരുടെ ഷെയർസ് ഒക്കെ നഷ്ടപ്പെടുമെന്നൊരു തോന്നലൊക്കെ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ഇവരിപ്പോൾ കൊടുത്തിരിക്കുന്നതെല്ലാം തന്നെ ക്വീൻസ് ഗ്രൂപ്പിന്റെ ഷെയർ ആണ്. ഇതും ഓൺചെങ്ങിന്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു. ആ 2 ഡയറക്ടേഴ്സിനെ കൊണ്ടും ഈ പദ്ധതിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ ഡയറക്ടർ ജോയ് ആയിരുന്നു. ഇയാൾ തന്നെയാണ് മുത്തശ്ശനെ അഴിമതി കേസിലൊക്കെ പെടുത്തുവാനായിട്ടും സഹായിച്ചിട്ടുണ്ടായിരുന്നത്. അയാൾക്ക് ഒൻസെങ് ഒരുപാട് പണമൊക്കെ നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി മറ്റൊരു രാജ്യത്തൊക്കെ പോയിട്ട് നല്ല രീതിയിൽ ജീവിക്കാനായിട്ടാണ് താൻ പ്ലാൻ ചെയ്തിട്ടുള്ളതെന്നൊക്കെ ഗ്രേസ് കോഡ് അടുത്തും പറയുന്നു. ഹെയിന്റെ റൂമൊക്കെ വൃത്തിയാക്കുവാനെത്തിയ ജോലിക്കാരെയും ഇപ്പോൾ ഹെയിന്റെ റൂമിലുള്ള സകല വേസ്റ്റുകളും കളക്ട് ചെയ്തിരിക്കുകയാണ്. അതൊക്കെ ഗ്രേസ്കോയ്ക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഗ്രേസ്കോയും അതിന്റെ ഫോട്ടോ ഒക്കെ ഉൺസിങ്ങിന് അയച്ചു കഴിഞ്ഞിരിക്കുന്നു. ഉൺസിങ് അത് കണ്ടു കഴിയുമ്പോഴത്തേക്കുമാണ് ഇതിനു മുമ്പ് ഹെയിന്റെ ബാഗിൽ മരുന്നുള്ളതും അതുപോലെ തന്നെ അവൾക്ക് എന്തോ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് നിൽക്കുന്നതും കണ്ടിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചൊക്കെ ഓർക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് എന്തോ ഒരു അസുഖം ഉണ്ടെന്നുള്ള കാര്യം ഉൺസിങ് ഉറപ്പിക്കുന്നു. ഹ്യുൻവുവും ഒരു കടയിലൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനെ ചെന്ന് കാണിക്കുകയാണ്. ആ സ്റ്റാഫിന്റെ അമ്മയുടെ ഒരു കേസൊക്കെ വന്നപ്പോഴത്തേക്കും ഹ്യുൻവു ആയിരുന്നു വാദിച്ച് ജയിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. മുത്തശ്ശന്റെ കേസുമായി ബന്ധപ്പെട്ട് സോങ്ങും ഡയറക്ടർ ജോയും കൂടി ചേർന്നിട്ടാണ് അഴിമതികളൊക്കെ നടത്തിയതെന്ന് നേരത്തെ തന്നെ ഹ്യുൻവു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ അവർ രണ്ടുപേരും നിൽക്കുന്ന ചിത്രത്തിന്റെ കൂടെ ഒരാളുടെ കൈയും കൂടി അവന് കിട്ടിയിട്ടുണ്ട്. ആ ഒരു കയ്യില് ഒരു വാച്ചുമുണ്ട്. പക്ഷെ ആ ഒരു വ്യക്തി ആരാണെന്ന് അവന് ആ ഫോട്ടോയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു വ്യക്തി ആയിരിക്കാം യഥാർത്ഥത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള കാരണക്കാരെന്നൊക്കെ ഹ്യുനുവോ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇപ്പോൾ ആ സ്റ്റാഫിനെ ചെന്ന് കണ്ട് ആ വാച്ചിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ആ വാച്ച് വളരെ പ്രത്യേകതയുള്ള ഒരു വാച്ച് ആണെന്നും ആകെ 10 പേർക്ക് മാത്രമേ ഇതേ വാച്ച് ഉള്ളൂ എന്നുള്ള കാര്യമൊക്കെ അവരും പറയുകയാണ്. എന്തായാലും ആ 10 പേരുടെ ലിസ്റ്റ് തന്റെ ഒപ്പം ഉണ്ട് എന്നും എങ്ങനെയെങ്കിലും അതൊക്കെ ഒപ്പിച്ച് തരാമെന്നും അവന് വാക്ക് നൽകുന്നു. ഒരു വലിയ റൈഡറാണ് സൂചോളിനെ സൈക്കിളൊക്കെ ഓടിക്കുവാനായിട്ട് പഠിപ്പിക്കുന്നത്. അമ്മയും അവിടെ എത്തി കഴിയുമ്പോഴത്തേക്കും സൂചോളും വീഴുകയാണ്. സൂചോളിന് പരിക്ക് പറ്റിയതൊക്കെ കണ്ടില്ലേ, അവനെ കൊണ്ട് ഇതൊന്നും ചെയ്യിക്കുവാനായിട്ട് പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അമ്മയും സൂചോളിന്റെ വൈഫിനെയും ആ ഒരു റൈഡറിനെയൊക്കെ വഴക്ക് പറയുകയാണ്. എനിക്ക് എന്തെങ്കിലും അപകടം പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഒരു സൈക്കിൾ പോലും ഓടിക്കുവാനായിട്ട് അമ്മ എന്നെ സമ്മതിക്കാതിരുന്നത്. പക്ഷെ ഇനി അത് നടക്കുകയില്ല. എനിക്കൊരു കുഞ്ഞൊക്കെ ഉള്ളതാണ്. എല്ലാവരും അവരുടെ മക്കളെയൊക്കെ സൈക്കിൾ ഓടിക്കുവാനൊക്കെ പഠിപ്പിക്കുന്നതാണ്. എനിക്കും എന്റെ മകൻ കുറച്ചുകൂടി വലുതാകുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കണം. അതിനുവേണ്ടി ഞാനും ഇതെല്ലാം തന്നെ പഠിച്ചെടുക്കണമെന്നാണ് അവൻ പറയുന്നത്. അവൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും അവനെ ചതിക്കുക ആയതുകൊണ്ട് തന്നെ
ഡാഹായ്ക്കും അതൊക്കെ കേട്ടിട്ട് വിഷമം തോന്നുന്നു. ഡാഹായിനെ വിദേശത്തുള്ള ഒരാൾ കോൾ ചെയ്തതിനു ശേഷം അവിടുത്തെ ഒരു അപ്പാർട്ട്മെന്റ് ഒക്കെ വിൽക്കുവാനായിട്ടുണ്ടെന്ന് അറിയിക്കുകയാണ്. 1 മാസത്തിനുള്ളിൽ അതിന്റെ കരാറൊക്കെ ഒപ്പുവെക്കുമെന്ന് പറയുമ്പോഴത്തേക്കും അവളും 2 ആഴ്ചക്കുള്ളിൽ തന്നെ അവിടെ എത്തുന്നതായിരിക്കുമെന്ന് അയാളോട് പറയുന്നു. ഹെയ്നും ഹ്യുനുവിനെ കുറിച്ചുള്ള അന്വേഷണത്തിലായതുകൊണ്ട് തന്നെ ഹ്യുൻവോ റൂഫ് ടോപ്പിലൊക്കെ ഇരുന്നു കൊണ്ട് യോൺസുക്ക് എന്ന പേരുള്ള ഒരു പെണ്ണിനെ വിളിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അവളും പറയുകയാണ്. അവളുടെ പേര് വിളിച്ചതിന് ശേഷം വെളിയിലേക്ക് ഇറങ്ങി വാ എന്നൊക്കെ ആയിരുന്നു അവനും പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെ സെക്രട്ടറിനോ പറയുമ്പോഴത്തേക്കും അതൊക്കെ വിട്ട് കളഞ്ഞേക്ക്, അവൻ ആരെയാണ് വിളിക്കുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായെന്ന് അവളും പറയുകയാണ്. ഹെയ്ന്റെ അച്ഛന് നേരത്തെ ഹ്യുനുവിനെ ഫോളോ ചെയ്യുവാനായിട്ട് അയച്ചിട്ടുണ്ടായിരുന്ന 2 പേരെ വിളിച്ചു വരുത്തിയിട്ട് ഹ്യുനുവിനെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരമൊക്കെ കിട്ടിയോ എന്ന് ചോദിക്കുന്നു. പതിവില്ലാതെ ഹിനുവ് പല പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അവരും റിപ്പോർട്ടൊക്കെ കാണിച്ചു കൊടുക്കുന്നു. കോയിൻ ബേസ്ബോളിലൊക്കെ പോയിട്ട് അവൻ എല്ലാ ദിവസവും പ്രാക്ടീസ് ഒക്കെ ചെയ്യാറുണ്ടെന്ന് അവരും പറഞ്ഞു കൊടുക്കുകയാണ്. അവൻ ആരുടെ ഒപ്പമാണ് പോകുന്നതെന്ന് അച്ഛൻ ചോദിക്കുമ്പോഴത്തേക്കും അവൻ തനിച്ചാണ് പോകുന്നതെന്ന് അവരും മറുപടി നൽകുന്നു. ഇനി അടുത്തതായിട്ട് പോകുന്ന സ്ഥലമൊക്കെ നോക്കുമ്പോഴത്തേക്കും അതാകട്ടെ വീട്ടിലുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഫുഡൊക്കെ കൊടുക്കുന്ന കടയായിരുന്നു. അവൻ എല്ലാ ദിവസവും അവിടെ പോയാണ് ഫുഡ് കഴിക്കുന്നതെന്നൊക്കെ അവർ വലിയ കാര്യത്തിൽ പറയുമ്പോഴത്തേക്കും അവിടെ അവൻ ആരുടെ ഒപ്പമാണ് പോകുന്നതെന്ന് കൂടി അച്ഛൻ ചോദിക്കുന്നു. പക്ഷെ അവിടെയും അവൻ ഒറ്റയ്ക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ എന്തായിരുന്നു അവൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ അച്ഛൻ ചോദിക്കുമ്പോഴത്തേക്കും അവനും സ്ഥിരമായിട്ട് ഒരു സ്കൂളിന്റെ ഗ്രൗണ്ടിലൊക്കെ പോകാറുണ്ടായിരുന്നു. ഹ്യുനു അതിലെ ഓടുകയൊക്കെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് കൂടി അവർ പറയുമ്പോഴത്തേക്കും അവൻ ആരുടെ ഒപ്പമാണ് പോയതെന്ന് അച്ഛൻ വീണ്ടും ചോദിക്കുന്നു. പക്ഷെ അപ്പോഴും അവൻ ഒറ്റയ്ക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇനി അവരുടെ കയ്യിലാകട്ടെ അവൻ ഗ്രൗണ്ടിലൂടെ ഓടുന്നതും പാട്ടും പാടിക്കൊണ്ട് വഴിയിലൂടെ നടന്നു വരുന്നതിന്റെ എല്ലാം തന്നെ ദൃശ്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ അച്ഛനെ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അവന് മറ്റെന്തെങ്കിലും ബന്ധമുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതൊക്കെ കണ്ടിട്ട് ഇതിൽ സംശയിക്കുവാൻ മാത്രം ഒന്നും തന്നെ ഇല്ലല്ലോ എന്നാണ് അച്ഛൻ ചോദിക്കുന്നതും. നിങ്ങൾക്കൊന്നും ശരിക്കും അന്വേഷിക്കുവാൻ അറിയത്തില്ലാഞ്ഞിട്ടാണെന്നൊക്കെ പറഞ്ഞ് അച്ഛനും അവരെ കുറ്റം പറയുന്നു. ഹ്യുനു സ്ഥിരമായിട്ട് ഒരു പൂച്ചയ്ക്ക് ഫുഡൊക്കെ കൊടുത്ത് അതിനോട് സംസാരിക്കാറുമുണ്ടെന്ന് അവർ പറയുന്നു. അടുത്തതായിട്ട് ഒരു ഹാക്കറിനെ വെച്ച് ഹ്യുനുവിന്റെ ഫോണൊക്കെ ഹാക്ക് ചെയ്തിരിക്കുകയാണ്. പക്ഷെ അതിലും ആ ഒരു പൂച്ചയുടെ പടവും ഹെയിന്റെ ചിത്രങ്ങളും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഹെയിന്റെ ചിത്രമൊക്കെ ഇത്രയ്ക്ക് ഭംഗിക്ക് എടുക്കണമെങ്കിൽ ഉറപ്പായിട്ടും അവന് ഹെയിനോട് അത്രയ്ക്ക് പ്രണയം ഉണ്ടായിരിക്കുമെന്ന് അവരും പറയുന്നു. അവന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നൊക്കെ പറഞ്ഞ് തെളിവുകൾ സഹിതം അച്ഛൻ കൊണ്ടുവന്ന് കാണിക്കുമ്പോഴത്തേക്കും ഹെയിനാകട്ടെ ഒരുപാട് തവണയായിട്ട് അവനെ ആളുകളൊക്കെ ഫോളോ ചെയ്ത് നടക്കുന്നതല്ലേ, അതുകൊണ്ട് തന്നെ അവനും എങ്ങനെ മാന്യനായിട്ട് നടക്കണമെന്ന് നന്നായി തന്നെ അറിയാം. ഒരു കാര്യം ചെയ്യും, ആ ഒരു ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ വരട്ടെ. റിപ്പോർട്ട് കിട്ടി കഴിയുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്ലൂ കിട്ടുന്നതായിരിക്കുമെന്നാണ് ഹെയ്ൻ പറയുന്നത്. പക്ഷേ റിപ്പോർട്ടൊക്കെ ആയിട്ട് സെക്രട്ടറിനായി എത്തി കഴിയുമ്പോഴത്തേക്കും അതിലും സംശയിക്കാൻ മാത്രം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവനും ഒരു രീതിയിലും തിരിമറിയൊന്നും നടത്തിയിട്ടുമുണ്ടായിരുന്നില്ല. പക്ഷേ കാറൊക്കെ വാഷ് ചെയ്യുന്നിടത്ത് അവൻ സ്ഥിരമായിട്ട് പോകാറുണ്ടെന്നും അവിടെ ഒരുപാട് തുകയൊക്കെ ചെലവാക്കിയിട്ടുണ്ടെന്നും സെക്രട്ടറിനെ അറിയിക്കുന്നു. ഹ്യുനു വലിയൊരു തുകയ്ക്ക് ഇന്ന് കുറെ ഫ്ലവേഴ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് സെക്രട്ടറിനെ പറയുമ്പോഴത്തേക്കും ആ ഒരു ഷോപ്പൊക്കെ അന്വേഷിച്ച് ഹെയ്നും പോക്കുകയാണ്. ആ ഫ്ലവേഴ്സ് എല്ലാം തന്നെ ഒരു അഡ്രസ് ഒക്കെ നൽകിയിട്ട് അവിടെയുള്ള മിഞ്ചിക്ക് ഡെലിവറി ചെയ്യുവാനായിട്ടായിരുന്നു അവനും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അവന്റെ അക്കൗണ്ടിൽ നിന്നും തന്നെ വലിയൊരു തുകയൊക്കെ അവൻ എടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവൾക്ക് നൽകുവാനായിട്ടായിരിക്കുമെന്ന് പറഞ്ഞ് അവളെ അന്വേഷിച്ചു പോകുകയാണ് ഹെയ്നും. പക്ഷെ ഹെയ്നും സ്ഥലത്തേക്ക് എത്തി കഴിയുമ്പോഴത്തേക്കുമാണ് അടക്കം നടക്കുന്ന ഒരു സ്ഥലമാണ് അതേ എന്ന കാര്യം അവൾ മനസ്സിലാക്കുന്നത്. മിൻഷി എന്ന് പറയുന്നത് നേരത്തെ അവളുടെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അമ്മയുടെ ഓപ്പറേഷനെ കുറിച്ചൊക്കെ പറഞ്ഞ് ഒരു പെൺകുട്ടി ബാത്റൂമിൽ നിന്ന് കരഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതേ പെൺകുട്ടിയാണ് ഇത്. അവളുടെ അമ്മ മരിച്ചു പോയിരിക്കുന്നു. ഹ്യുൻവുവും അവിടേക്ക് വേണ്ടി ആയിരുന്നു ഫ്ലവേഴ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത്. കമ്പനി നേരത്തെ തന്നെ ഫ്ലവേഴ്സ് ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നല്ലോ. നിങ്ങൾ കുറെ പണവും നൽകി, എന്തായാലും ഹെയ്ൻ നേരിട്ട് ഇവിടെ വരുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എന്ന് പറഞ്ഞ് അവൾ കരയുമ്പോഴത്തേക്കും ഹെയ്നും അവളെ സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നു. ഹെയ്നും ഇപ്പോൾ ഉള്ള ആ ഒരു റൂമൊക്കെ മൊത്തത്തിലൊന്ന് നോക്കിയിട്ട് ആ റൂം അവൾക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഇരിക്കെ സെക്രട്ടറിനായും സാധാരണ അടക്കിനൊക്കെ പോകുന്ന സമയത്ത് അവിടെയുള്ള മക്കളും സ്വത്തിനു വേണ്ടി തമ്മിൽ തല്ലുന്നതൊക്കെയാണ് കാണാറുള്ളത്. പക്ഷെ ഇവിടെ ആകട്ടെ മക്കൾ പരസ്പരം കരയിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും ഒരു സന്തോഷമൊക്കെ തോന്നുന്നു എന്നായിരുന്നു ഞാൻ പറയുന്നതും. അവിടെ വെച്ച് ഹുനുവിനെ കാണുന്ന ഹെയ്നും, നീ ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും അതിലൊന്നും തന്നെ ഞാൻ വീഴുകയില്ല. എന്റെ എല്ലാ ഓർമ്മകളും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും നിന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ മറക്കുകയില്ല. ഉറപ്പായിട്ടും ഞാൻ നിനക്കെതിരെ പ്രതികാരമൊക്കെ ചെയ്തിരിക്കുമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു പോകുന്നു. ഉൺസിങ്ങിനെ കാണുവാനായിട്ട് ഹെയ്ൻ എത്തിയിരിക്കുകയാണ്. ഹെർസൈനയുടെ ഷോപ്പിലാകട്ടെ 27 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആരെയും ജോലിക്ക് നിർത്തേണ്ടെന്നൊക്കെയാണ് ഇപ്പോൾ ഹെർമാനും തീരുമാനിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ചൊക്കെ അവളോട് പറയുമ്പോഴത്തേക്കും അവൾക്ക് ശരിക്കും ദേഷ്യമൊക്കെ തോന്നുന്നു. അയാൾ എന്റെ എല്ലാ കണ്ടീഷൻസും സമ്മതിച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നെങ്കിലും അത് സമ്മതിച്ചത് എനിക്ക് വേണ്ടി ആയിരുന്നില്ല, മറിച്ച് നിനക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നിനക്ക് ഞാൻ ഇതിന് പകരമായിട്ട് എന്താണ് ചെയ്തു തരേണ്ടതെന്നൊക്കെ ഹെയ്നും ചോദിക്കുന്നു.
ഹ്യുൻവു നിന്നെ വിട്ട് പോകുവാനായിട്ട് തീരുമാനിച്ചതല്ലേ, നീയും അവനെ അങ്ങ് ഡിവോഴ്സ് ചെയ്തേക്ക്. അതാണ് എനിക്ക് വേണ്ടത്. എനിക്കും അവന് പകരമായിട്ടൊക്കെ നിൽക്കുവാനായിട്ട് സാധിക്കുമെന്ന് ഹെയിന്റെ അടുത്ത് ഉൺസെങ് പറയുന്നു. പക്ഷെ ഉൺസെങ് അങ്ങനെ സംസാരിച്ചതൊന്നും തന്നെ ഹെയിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഹെയിനും അവിടെ നിന്ന് പോകുവാൻ തുടങ്ങുമ്പോഴത്തേക്കും അവൾക്കും ചെറിയൊരു തലകറക്കമൊക്കെ പോലെ തോന്നുകയാണ്. മാത്രമല്ല, അവളും ബാഗിൽ മരുന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും മരുന്നുണ്ടായിരുന്നില്ല. ഉൺസെങ്ങും അവൾ അറിയാതെ മരുന്നൊക്കെ എടുത്തിട്ടുമുണ്ടായിരുന്നു. ഉൺസെങ്ങിനെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ ഹ്യുൻവുന്റെ ഫ്രണ്ട് ഇപ്പോൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഉൺസെങ് ആദ്യം ഓർഫനേജിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ പോലും അവനെ രണ്ടുപേരെ ദത്തെടുത്തതിന് ശേഷം അവനെ യുഎസിലേക്കൊക്കെ കൊണ്ടുപോയി. അവിടെ എത്തിയതിനു ശേഷം അവനെ വലിയൊരു സ്കൂളിലൊക്കെ ആയിരുന്നു പഠിപ്പിച്ചിട്ടുമുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു പേരൻസ് ഒട്ടും തന്നെ പണക്കാരായിരുന്നില്ല. ആ പേരൻസ് ആകട്ടെ മദ്യപിച്ച് വാഹനമൊക്കെ ഓടിച്ചിട്ട് ആക്സിഡന്റ് സംഭവിച്ച് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ശരിക്കും മദ്യപാനികൾ ആയിരുന്നേ ഇല്ല എന്ന കാര്യം കൂടി ഫ്രണ്ടും ഹ്യുൻമുനെ അറിയിക്കുകയാണ്. അതായത് ഉൺസെങ്ങിന് വേണ്ടി രഹസ്യമായിട്ട് ആരോ ഒരാൾ പണമൊക്കെ നൽകിയത് കൊണ്ടായിരുന്നു ഉൺസെങ്ങിനെ അവർ ദത്തെടുത്ത് വിദേശത്ത് നല്ല സ്കൂളിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നതെന്നാണ് അവനും ഇപ്പോൾ പറഞ്ഞു വരുന്നത്. ഹെയിന്റെ തന്നെ വീടിന്റെ മറ്റൊരു ഭാഗത്താണ് ഇപ്പോൾ ഉൺസെങ്ങൻ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉൺസെങ്ങിനെ കാണുവാനായിട്ട് സ്യോൽഹിയും എത്തുന്നു. സ്യോൽഹിയാണ് ഉൺസെങ്ങിന്റെ അമ്മ. ഉൺസിങ്ങിന്റെ കൂടെയൊക്കെ അമ്മ നിൽക്കുകയായിരുന്നെങ്കിൽ ഉൺസിങ്ങിനെ ഒരിക്കലും ഇത്രയ്ക്ക് നന്നായിട്ട് പഠിപ്പിക്കുവാനോ പണക്കാരനായിട്ട് വളർത്തുവാനോ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ടായിരുന്നു ഉൺസിങ്ങിനെ ഉപേക്ഷിച്ച് ഈ ഒരു വീട്ടിലേക്കൊക്കെ, അതായത് ക്യൂൻസ് ഗ്രൂപ്പിലേക്കൊക്കെ അവരും എത്തിയിട്ടുണ്ടായിരുന്നതെന്നാണ് ഇപ്പോൾ ഉൺസിങ്ങിന്റെ അടുത്ത് പറയുന്നത്. മുത്തശ്ശനും ചെറിയൊരു കാര്യത്തിൽ പോലും ശ്രദ്ധയൊക്കെ വെച്ചുകൊണ്ട് 5 വർഷം കൊണ്ടായിരുന്നു ഈ ഒരു വീടൊക്കെ പണിതിട്ടുണ്ടായിരുന്നത്. നമ്മളും അധികം വൈകാതെ ഇവരെ എല്ലാവരെയും വീട്ടിൽ നിന്നും പുറത്താക്കിയിട്ട് ഈ ഒരു വീടൊക്കെ സ്വന്തമാക്കുന്നതായിരിക്കുമെന്ന് കൂടി സോൽഹി മകനോട് പറയുന്നു. ഈ ഫാമിലി ആഗ്രഹിച്ച എല്ലാം തന്നെ സ്വന്തമാക്കി കഴിഞ്ഞു. അവരും ഒരുപാട് ഹാപ്പിയാണ്. നമ്മളും ഇനി അവരെ പുറത്താക്കിയതിനു ശേഷം ഈ ഒരു സന്തോഷമൊക്കെ അനുഭവിക്കേണ്ടതായിട്ടുമുണ്ടെന്ന് അമ്മയും പറഞ്ഞു കൊടുക്കുന്നു. മുത്തശ്ശന്റെ റൂമിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന ക്യാമറ വഴി സൗൽഹിയും ഉൺസെങ്ങും മുത്തശ്ശൻ ഇപ്പോൾ എന്ത് ചെയ്യുകയാണെന്നൊക്കെ കാണുകയാണ്. മുത്തശ്ശനാകട്ടെ പണ്ടത്തെ വീഡിയോസ് ഒക്കെ കാണുകയായിരുന്നു. അതായത് സോൽഹി വരുന്നതിന് മുമ്പുള്ള വീഡിയോസ് ഒക്കെ കാണുകയായിരുന്നു. സോൽഹിയും ഇപ്പോൾ അവളുടെ രേഖകളെല്ലാം തന്നെ മുത്തശ്ശനെ ഏൽപ്പിക്കുന്നു. ഒന്നെങ്കിൽ മുത്തശ്ശനോ അല്ല എങ്കിൽ സൂചോളോ ജയിലിൽ പോകുന്നതായിരിക്കുമെന്നൊക്കെ ഞാൻ കേട്ടു. ഒരു കാര്യം ചെയ്യും, ആ ഒരു കുറ്റങ്ങളെല്ലാം തന്നെ ചെയ്തത് ഞാനാണെന്ന് വരുത്തി തീർക്ക്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഒരിക്കലും റിസ്കിലാകുകയില്ല. നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഉണ്ടാക്കാതെ ഞാൻ ജയിലിലൊക്കെ പോയിക്കോളാം എന്നൊക്കെ സൊൽഹി പറയുമ്പോഴത്തേക്കും എന്റെ മക്കളെ എല്ലാവരും കൂടി കൂടിയാൽ പോലും നിന്റെ അത്ര നല്ലവരല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശനും ഇരിക്കുന്നു. ഹ്യുനു കാറൊക്കെ ഓടിച്ചു വരുമ്പോഴത്തേക്കും ഹെയിനും ഒരു പൂച്ചയ്ക്ക് ഫുഡൊക്കെ കൊടുക്കുന്ന കാഴ്ച കാണുകയാണ്. ഹെയിനും ഹ്യുനുവിനെ കണ്ട് കഴിയുമ്പോഴത്തേക്കും താൻ എപ്പോഴാണ് ഇവിടെ എത്തിയതെന്നോ എങ്ങനെയാണ് എത്തിയതെന്നോ തനിക്ക് അറിയുകയില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്റെ ഈ കുടയൊക്കെ കണ്ടിട്ടാണോ നീ തിരിച്ചറിഞ്ഞത്? ഇത് പണ്ട് നീ എനിക്ക് നൽകിയിട്ടുണ്ടായിരുന്ന കുടയായിരുന്നു എന്നൊക്കെ ഹെയിൻ പറയുകയും, നീ വിഷമിക്കേണ്ട കാര്യം ഒന്നും തന്നെയില്ല. നമ്മൾ ജർമ്മനിയിലൊക്കെ പോയി ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടി കഴിയുമ്പോഴത്തേക്കും എല്ലാ പ്രശ്നങ്ങളും തീരുന്നതായിരിക്കുമെന്നൊക്കെയാണ് ഹെയിൻ പറയുന്നത്. 2 ദിവസം മുമ്പ് എനിക്കൊരു കാർ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അവളും ഹോസ്പിറ്റലിലായി പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പണ്ട് ജർമ്മനിയിൽ പോയ സമയത്ത് അവൾ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ ഇപ്പോഴും അവൾ ആവർത്തിക്കുകയാണ്. അതായത് അവൾ ജർമ്മനിയിൽ പോയ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ മറന്നു പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹ്യുനുവിന്റെ അടുത്ത് സ്നേഹത്തിലേക്ക് അവൾ പെരുമാറുന്നത് കാണുമ്പോഴത്തേക്കും ഹ്യുനുവിനും ആകെ വിഷമം തോന്നുകയാണ്. അതൊക്കെ ഓർത്ത് ഹ്യുൻവു കരയുമ്പോഴത്തേക്കും ഹെയ്ന് ഹ്യുനുവിനെ സമാധാനിപ്പിച്ചിട്ട് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ അവനോടും പറയുന്നു. അങ്ങനെ ക്വീൻ ഓഫ് ടിയേഴ്സിന്റെ 7ാമത്തെ എപ്പിസോഡും അവസാനിക്കുന്നു. പണ്ട് ഹെയ്നും ഹ്യുൻവുവും കൂടി ഒന്നിച്ച് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലൊക്കെ വർക്ക് ചെയ്ത സമയത്തായിരുന്നു ഈ ഒരു സ്റ്റോറിന്റെ റൂഫ് ടോപ്പിലുള്ള ഗാർഡനിൽ ഒരു റാക്കൂൺ ഒക്കെ ഉണ്ടെന്ന് അവളും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ അതിനെ കണ്ടിട്ടുണ്ടെന്നും അതിന്റെ പേര് യോൺസുക്ക് എന്നാണെന്നും അവൾ പറയുന്നു. ആരുമില്ലാത്ത സമയത്ത് മാത്രമേ അത് വെളിയിലേക്ക് വരികയുള്ളൂ എന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും ഞാൻ അതൊന്നും തന്നെ വിശ്വസിക്കുകയില്ല എന്നായിരുന്നു അപ്പോൾ മുതലേ ഒരുപാട് തവണ അവൾ പറഞ്ഞിട്ട് പോലും ഹ്യുൻവുവും പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നത്. ഹെയ്ൻ 4 വർഷം മുമ്പ് അവന് പറ്റിക്കുവാനായിട്ട് അത് പറഞ്ഞെങ്കിലും അവനത് വിശ്വസിച്ചില്ല എന്നായിരുന്നു ഹെയ്ൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ 4 വർഷം കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും ആ ഒരു റാക്കോണിനെയൊക്കെ കാണുവാനായിട്ട് അവന് സ്ഥിരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കിയിരിക്കുന്നു. അവൻ എന്തൊരു മണ്ടനാ, ഞാൻ എന്ത് പറഞ്ഞാലും അവനങ്ങ് വിശ്വസിക്കുവോ? വെറുതെ അല്ല, വിവാഹത്തിന് ശേഷം ഞാൻ അവനെ സന്തോഷമായിട്ടൊക്കെ നിർത്തിക്കോളാമെന്ന് പറഞ്ഞിട്ടും അവനതൊക്കെ വിശ്വസിച്ച് എന്നെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നതെന്ന് ഹെയ്നും ഓർക്കുന്നു. ആ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.